കുറച്ച് ദിവസമായിട്ട് അനിക്ക് അത്യാവശ്യങ്ങൾക്ക് അലമാരയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ക്യാഷ് കുറവ് വരുന്നതായിട്ട് അനിക്ക് തോന്നാണ്. അത് മാത്രമല്ല തന്റെ പേഴ്സിൽ നിന്നും എന്നും വലിയൊരു എമൗണ്ട് കാണാതാവുന്നുണ്ട് എന്നുള്ളത് അനിക്ക് തോന്നാണ്. സാധാരണ അനി അതെങ്ങനെ ശ്രദ്ധിക്കാറില്ല. എന്നാൽ അന്ന് അനാമികയിൽ നല്ല സംശയം തോന്നാണ് അനിക്ക്. എന്തായാലും അനിയുടെ സംശയം പോലെ തന്നെയായി. അനാമിക പൈസ അടിച്ചു മാറ്റുന്നത് അനി നന്നായിട്ട് കാണുന്നുണ്ട്. ആ ഒരു കിടിലൻ ത്രില്ല് അടുപ്പിക്കുന്ന എപ്പിസോഡാണ് കേട്ടോ ഇന്നത്തേത്. എന്തായാലും നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കാണിക്കുന്നത് അനി ബൈക്കില് കൂട്ടുകാരുടെ അടുത്ത് വന്ന് ഇറങ്ങുന്നതാണ് കേട്ടോ. ആ സമയത്ത് അവിടെ നന്ദുവും നിൽക്കുന്നുണ്ട്. ഇപ്പൊ പഴയ പോലെ ഒന്നും അല്ലല്ലോ, അനിയും നന്ദുവും നല്ല സുഹൃത്തുക്കളാണ്. എന്തായാലും അനിയുടെ ഒരു കൂട്ടുകാരൻ പറയുന്നുണ്ട്, ആഹാ അനിയും എത്തിയല്ലോ. സത്യം പറയലോ, ഞങ്ങൾ നിന്നെ ഇവിടെ പ്രതീക്ഷിച്ചിട്ടില്ല. നിന്നാ തമ്പുരാട്ടി അനാമിക വിടുവെന്ന് പോലും ഞങ്ങൾക്ക് സംശയമായിരുന്നു. ഓ, കല്യാണം കഴിഞ്ഞെന്ന് കരുതിയിട്ട് ഞാൻ അവളനുസരിച്ച് ജീവിക്കണമെന്നൊന്നുമില്ലല്ലോ. എനിക്ക് എന്റെ ഇഷ്ടം, അവക്ക് അവളുടെ ഇഷ്ടം. എടാ അനി, ഞങ്ങൾ അങ്ങനെ പറഞ്ഞതല്ല. അവളൊരു ശൗര്യക്കാരിയാണല്ലോ. അതുകൊണ്ട് നീ ഞങ്ങളുമായിട്ട് കൂട്ടുകൂടുന്നത് അവൾക്ക് ഇഷ്ടമാണെന്ന് അറിയില്ലല്ലോ. പ്രത്യേകിച്ച് ഞങ്ങളുടെ കൂടെ നന്ദു ഉണ്ടായതുകൊണ്ട്. എടാ, നന്ദു ഉണ്ടെന്ന് കരുതിയിട്ട് എനിക്ക് എന്റെ ഫ്രണ്ട്ഷിപ്പ് വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ? അല്ലെങ്കിലും ഞാനും നന്ദുവും തെറ്റായിട്ടൊന്നുമില്ല. അപ്പൊ പിന്നെ അവൾ അങ്ങനെ കരുതേണ്ട ആവശ്യം എന്തിരിക്കുന്നു? ഇനി അവൾ അങ്ങനെ കരുതിയാൽ തന്നെ അത് അവളുടെ തെറ്റാണ്. ഈ സമയത്ത് നന്ദു അനിയുടെ മുഖം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്ത രീതിയിലാണ് അനാമികയെ കുറിച്ച് പറയുന്നത്. അപ്പൊ തന്നെ ഈ വിഷയം മാറ്റാൻ വേണ്ടി നന്ദു പറയുന്നുണ്ട്, ദേ ഇനി ആ അനാമികയെ വെറുതെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിലേക്ക് വലിച്ചിടണ്ട. അവളുടെ കാര്യം പറഞ്ഞാലേ ഇന്നത്തെ ദിവസം പോവും. ദേ നിങ്ങൾ അതും പറഞ്ഞ ആ സമയം വെറുതെ വേസ്റ്റ് ആക്കണ്ട. ആ സമയം കൊണ്ട് പറ, ഇന്നെന്താ പ്ലാന്? ഇന്നെന്ത് പ്ലാന്? ചാരിറ്റി പ്രവർത്തനം നടത്തുന്നല്ലേ നന്ദു പറഞ്ഞത്? അതെ, നമുക്കിന്ന് ചാരിറ്റി പ്രവർത്തനം നടത്തിയാലോ? നമ്മളെ കൊണ്ട് കഴിയുന്ന കുറച്ച് സമയം അതിനുവേണ്ടി ചെലവഴിച്ച എത്ര പാവങ്ങളുടെ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരു നേരത്തെ വിശപ്പെങ്കിലും നമ്മളെ കൊണ്ട് അകറ്റാൻ പറ്റില്ലേ? അപ്പൊ എല്ലാരും പറയുന്നുണ്ട്, നന്ദു എങ്കിൽ പിന്നെ നമുക്ക് സമയം കളയണ്ട, ആദ്യം നമ്മുടെയൊക്കെ കയ്യിൽ നിന്ന് തന്നെ പിരിക്കാം. അങ്ങനെ ഓരോരുത്തരും അവരെ കൊണ്ട് കഴിയുന്ന പൈസയൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ആ സമയത്ത് അനി നന്ദുവിനെ തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കാണ്. കാരണം നന്ദുവിന്റെ ആ മനസ്സ്, പാവപ്പെട്ടവരൊക്കെ സഹായിക്കാനുള്ള നന്ദുവിന്റെ ആ മനസ്സ് അനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെടുകയാണ്. അപ്പൊ ഇവരുടെ കൂട്ടത്തിരിക്കുന്ന ഒരു ഫ്രണ്ട് പറയുന്നുണ്ട്, എടാ അനി, നീ വലിയ പണക്കാരനല്ലേ, മൂർത്തീസ് ജ്വല്ലറിയുടെ MD, മൂർത്തി സാറിന്റെ കൊച്ചുമകന്. അങ്ങനെ ഇരിക്കുമ്പോ നീ വലിയൊരു എമൗണ്ട് തന്നെ ഇട്. എടാ അത് പിന്നെ ഞാൻ തരാതിരിക്കോ? അപ്പൊ ഒരു കൂട്ടുകാരൻ പറയുന്നുണ്ട്, ഡാ അവന്റെ അടുത്തുനിന്ന് വാങ്ങിച്ചാലും വാങ്ങിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അവന്റെ മുത്തശ്ശനെ ദിവസം കൂടുന്തോറും എത്ര പാവങ്ങളെ സഹായിക്കുന്നത്. അത് മാത്രോ, ഇവൻ പല വൃദ്ധസദനങ്ങളിലും അനാഥാലയങ്ങളിലൊക്കെ പൈസ കൊടുത്ത് സഹായിക്കുന്നുണ്ട്. നമ്മളൊക്കെ ആയിരിക്കും ഒന്നും ചെയ്യാതിരിക്കുന്നത്. ആ സമയത്ത് അനി പറയുന്നുണ്ട്, എത്രയൊക്കെ കൊടുത്തെന്ന് പറഞ്ഞാലും നിങ്ങളുടെ കൂടെ ഇതുപോലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്തായാലും എന്റെ വക ഒരു 10,000 എഴുതിക്കോ. ഈ പ്രാവശ്യം എല്ലാ പ്രാവശ്യത്തെക്കാളും കൂടുതൽ പാവപ്പെട്ടവർക്ക് നമുക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റണം. എടാ അത്ര വലിയ എമൗണ്ട് ഒന്നും വേണ്ട. ഞങ്ങളൊക്കെ 500, 200, 300 ഇടുന്നത്. ആ സമയത്ത് നീ എന്തിനാ 10,000 ഇടുന്നത്? എടാ എന്റെ അടുത്ത് നിന്ന് 10,000 നിങ്ങൾക്ക് തന്നെന്ന് കരുതി എനിക്കൊരു നഷ്ടവും വരാനില്ല. അത് ഞങ്ങൾക്കറിയാം. എന്നാലും ഇനി ഒന്നും ഇങ്ങോട്ട് പറയണ്ട. ഇതും പറഞ്ഞ് അനി പേഴ്സിൽ നിന്ന് പൈസ എടുക്കാണ്. ആ സമയത്താണ് ആ പേഴ്സിൽ 2 500 നോട്ടും ഒരു 100 നോട്ടും മാത്രം കാണുന്നത്. ഈ സമയത്ത് അനി ആകെ ടെൻഷൻ ആവുകയാണ് കേട്ടോ. അനി ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, ഇന്നലെ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഇതിൽ ക്യാഷ് ആയിട്ട് വെച്ചിരുന്നതാണല്ലോ, അപ്പോ എന്റെ ക്യാഷ് എവിടെ പോയി? ഇത് കേട്ടപ്പോ ഒരു കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്, എടാ അനി എന്തു പറ്റിയടാ? ഞാൻ പേഴ്സിൽ ഇന്നലെ കുറച്ച് പൈസ വെച്ചിരുന്നു, ഇപ്പൊ അത് നോക്കിയിട്ട് കാണാനില്ല. പൈസ കാണാനില്ലെന്നോ? അല്ല, നീ എത്ര പേഴ്സിൽ വെച്ചത്? എടാ ഇന്നലെ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്റെ പേഴ്സിൽ വെച്ചതാ. എനിക്ക് ഉറപ്പുണ്ട് ഒരു 20,000 എങ്ങാനും കാണും അതില്. 20,000? നിനക്ക് ഓർമ്മയില്ലായിട്ടായിരിക്കും. ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്ക്, നീ പേഴ്സിൽ തന്നെയാണ് വെച്ചത്. എടാ സത്യമായിട്ടും ഞാൻ പേഴ്സിൽ തന്നെയാ വെച്ചത്, എനിക്കത് ഉറപ്പുണ്ട്. അപ്പൊ അതിലൊരുത്തം പറയുന്നുണ്ട്, എന്നാ പിന്നെ വേറെ ആരും സംശയിക്കണ്ട, നിന്റെ ഭാര്യ തന്നെ അടിച്ചു മാറ്റി കാണും. അപ്പൊ മറ്റൊരുത്തം പറയുന്നുണ്ട്, എടാ ചുമ്മാതിരിക്കടാ, അവന്റെ ഭാര്യയ്ക്ക് എന്തിനാ പൈസ അടിച്ചു മാറ്റേണ്ട ആവശ്യം? അവളെ പണക്കാരിയാ, അവക്ക് ഇവന്റെ പേഴ്സിൽ പൈസയൊന്നും ആവശ്യം വരില്ല. അപ്പൊ അനി പറയുന്നുണ്ട്, എടാ അവന് വഴക്ക് പറയണ്ട, എനിക്കും അത് തന്നെ സംശയം. ഇത് കേട്ടപ്പോ നന്ദു പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ അവളെ വിശ്വസിക്കാനൊന്നും പറ്റില്ല. മിക്കവാറും അവള് തന്നെയായിരിക്കും ആ പൈസ എടുത്തത്. എനിക്ക് നല്ല സംശയമുണ്ട് നന്ദു. ഞാൻ കുറച്ച് ദിവസമായിട്ട് എനിക്ക് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഒക്കെ എന്റെ ഷെൽഫിലെ വെക്കാറ്. എന്നാൽ കുറച്ച് ദിവസമായിട്ട് അതിൽ നിന്ന് കുറവ് വരുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്റെ ഷെൽഫിൽ നിന്ന് പണം എടുക്കണമെന്നുണ്ടെങ്കിൽ അത് അവക്ക് മാത്രമേ പറ്റൂ. എടാ എന്തായാലും നീ അനാമികയെ കണ്ണി പൂട്ടി അവിശ്വസിക്കേണ്ട. ഇത് ചിലപ്പോ അവളല്ലെങ്കിലും എടുത്തത്. അല്ലടാ, അത് അവളാവാൻ തന്നെയാ സാധ്യത. എടാ എന്തായാലും നീ ഉറപ്പുവരുത്ത്. ഇപ്പൊ എന്റെ കയ്യിൽ ക്യാഷ് ഇല്ല, ഞാൻ നന്ദുവിന്റെ അക്കൗണ്ടിലേക്ക് അയച്ചിട്ടേക്കാം. ആ അത് മതിയടാ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അനന്തപുരിയിലാണ്. സമയം രാത്രിയാണ് കേട്ടോ. ആ സമയത്ത് അനി നന്ദുവിന്റെ ഫോണിലേക്ക് പൈസ അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ പൈസ അയച്ചു കൊടുത്തത് നന്ദുവിനെ അറിയിക്കണല്ലോ. എന്തായാലും നന്ദുവിനൊന്ന് വിളിക്കാൻ പറ്റിയ അവസരമാണ്. ഇത് മുതലെടുത്തുകൊണ്ട് അനി നന്ദുവിനെ വിളിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നന്ദുവിന്റെ മുറിയാണ് കേട്ടോ. നന്ദു കുറെ ബുക്സ് ഒക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അനിയുടെ കോൾ വരുന്നത് നന്ദു ശ്രദ്ധിക്കുന്നുണ്ട്. അനിയുടെ കോളാണെന്ന് കണ്ടപ്പോ തന്നെ നന്ദുവിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി കേട്ടോ.
എന്തായാലും നന്ദു ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ ഹലോ നന്ദു, ഞാൻ വിളിച്ചത് ബുദ്ധിമുട്ടായോ? ഏയ് എന്ത് ബുദ്ധിമുട്ട്? അല്ല, നന്ദു ഇപ്പം എന്ത് ചെയ്യാന്ന് അറിയില്ലല്ലോ. ഓ, ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുമൊന്നുമല്ല, പഠിക്കുമായിരുന്നു. ആഹാ, നന്ദു കുറേ ആയിട്ട് ഇപ്പം പഠിപ്പൊന്നും ഇല്ലായിരുന്നല്ലോ, ഇപ്പം എന്താ പഠിക്കുന്നത്? എനിക്ക് കുഞ്ഞുനാൾ മുതലേ ഒരാളാകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതെന്താന്ന് എനിക്കറിയോ? അത് പിന്നെ എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ നന്ദു. എന്തായാലും എനിക്കറിയില്ല, നന്ദു പറ. ആ പിന്നെ ആ അനാമികയെ ശ്രദ്ധിച്ചോളണം. എന്നെ വിളിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നീയും അനാമിക തമ്മിൽ വഴക്കായിരിക്കും. നമ്മളുടെ ഇടയിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ എന്ന് കരുതി അനാമിക അത് ആ അർത്ഥത്തിലൊന്നും ആയിരിക്കില്ല എടുക്കുക. വെറുതെ നിങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്, അത് പ്രത്യേകം അനി ശ്രദ്ധിച്ചോളണം. നന്ദു, അതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അവള് വരുന്നത് നോക്കിയിരിക്കുക തന്നെ ഞാൻ. എന്തിനാ അനി അപ്പം ഇത്ര പ്രയാസപ്പെട്ട് എന്നെ വിളിക്കുന്നത്? നമ്മൾ പുറത്ത് വെച്ച് കാണുന്നുണ്ടല്ലോ, അത് മാത്രം പോരെ? ഓ, ആദ്യമൊക്കെ ഞാൻ നന്ദുവിനെ വിളിക്കുമ്പോൾ നന്ദുവിന് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞല്ലോ അല്ലേ? അനി, കല്യാണം കഴിഞ്ഞത് മാത്രമാണോ പ്രശ്നം? നിനക്കറിയാലോ അനാമികയുടെ സ്വഭാവം. അത് നിനക്ക് ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തി തരണ്ടല്ലോ. അത് നന്നായിട്ട് അറിയുന്ന ആളാണ് അനി. എനിക്കറിയാം നന്ദു, അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അല്ല, നീ വിഷയം മാറ്റിയല്ലോ. നിനക്ക് എന്താവാൻ ആഗ്രഹം അത് പറഞ്ഞില്ല. എനിക്ക് പോലീസ് ആവാനായിരുന്നു ആഗ്രഹം. നിന്റെ നയനയെടുത്തിയും എൻ്റെ അച്ഛനും അതിന് സമ്മതിച്ചില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കേണ്ടി വരുന്നത്. ആഹാ, പോലീസ് ആവാനാണ് ആഗ്രഹം? അതേതായാലും കൊള്ളാലോ. അപ്പൊ പിന്നെ നിയമം കയ്യിലെടുക്കുക അല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. എൻ്റെ ആഗ്രഹം അതായിരുന്നു. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ ആഗ്രഹം ഞാൻ വേണ്ടാന്ന് വെച്ചതാ. എന്നാൽ ഇപ്പം അതിന് എൻ്റെ അച്ഛനും അമ്മയൊക്കെ പൂർണ്ണ സപ്പോർട്ടാ. എന്നാ പിന്നെ നന്ദു, ഞാനും നിനക്ക് സപ്പോർട്ടാ. ദേ നന്ദു, നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നോട് ചോദിക്കാൻ മറക്കരുത്. കേട്ടല്ലോ ഞാൻ പറഞ്ഞത്? കേട്ടു അനി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അനിയെ വിളിക്കാൻ ഒരിക്കലും മറക്കില്ല. എങ്കിൽ പിന്നെ ശരി അനി. അയ്യോ, വെക്കാണോ? പിന്നെ വെക്കണ്ടേ? നിനക്ക് പറയാനുള്ളത് പറഞ്ഞില്ലേ? ദേ അനി, നീ ഇപ്പം എന്നെ എന്തിനാ വിളിച്ചത്? എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. നന്ദു, നീ പൊയ്ക്കോ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ? എന്താ? ഞാനേ രാവിലെ പറഞ്ഞ ആ പൈസ നിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. ഓ, അതിന്റെ ആവശ്യമില്ലായിരുന്നു അനി. ഇന്ന് നമ്മൾ ചാരിറ്റി പ്രവർത്തനം നടത്തിയപ്പോൾ തന്നെ അത്യാവശ്യം ക്യാഷ് കിട്ടിയിട്ടുണ്ടല്ലോ. എന്നാലും അത് പറഞ്ഞിട്ട് കാര്യമില്ല. വെറുതെ പൈസ ഇങ്ങനെ എടുത്തു വെക്കാനുള്ളതല്ലല്ലോ. ഇങ്ങനെ വല്ലതും ചെയ്ത് ഉപകാരത്തിൽപ്പെടില്ലേ പലർക്കും. ആ പിന്നെ ഞാൻ നിന്നെ ഇനി ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. നീ പഠിച്ചോ. ഭാവിയിലെ പോലീസുകാരിയല്ലേ? ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അനാമിക പാത്തും പതുങ്ങിയും അനിയുടെ മുറിയിലോട്ട് കയറാൻ നിൽക്കുന്നത് കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ അനിയുടെ കണ്ണിൽ ഉടക്കുന്നുണ്ട്. അനാമിക പാത്തു പതുങ്ങി എല്ലായിടത്തും നോക്കിയിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് മുറിയിലോട്ട് കയറാൻ നിൽക്കുന്നത്. അപ്പം നന്ദു പറയുന്നുണ്ട്, ദേ അനി, ചുമ്മാ എന്നെ കളിയാക്കല്ലേ. ദേ അനി, നീ എന്നെ കളിയാക്കല്ലേ. പോലീസുകാരി ആവാനേ കരുത്ത് മാത്രം പോരാ, അത്യാവശ്യം വിദ്യാഭ്യാസം വേണം. അതിനെ ഞാൻ പഠിക്കുന്നേ. അതിനെന്താ, നീ പഠിച്ചോ. എന്തായാലും നന്ദു, നീ പഠിച്ചിറങ്ങിയിട്ടേ ഈ അനന്തപുരിയിൽ തെളിയാതെ കിടക്കുന്ന കുറേ കേസ് കെട്ടുകളുണ്ട്, അതൊന്ന് കുത്തിയെടുക്കണം. എന്നിട്ട് എൻ്റെ നന്ദു വേണം അത് തെളിയിച്ചു തരാൻ. അനി അറിയാതെ എൻ്റെ നന്ദു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് നന്ദുവിന് നന്നായിട്ട് അങ്ങ് ഫീൽ ആവുകയാണ് കേട്ടോ. പക്ഷേ അനിയുടെ ശ്രദ്ധ മുഴുവനും അനാമികയിലായിരുന്നു. എങ്കിൽ പിന്നെ നന്ദു, ഞാൻ പിന്നെ വിളിക്കാൻ തന്നെ. ശരി അനി. ഇതും പറഞ്ഞ് നന്ദൊരു ഫോൺ കട്ട് ചെയ്തിട്ട് അനി പതുക്കെ അനാമികയുടെ പിന്നാലെ പോയി നോക്കാൻ കേട്ടോ. അനാമിക പോകുന്നത് അവരുടെ മുറിയിലേക്ക് തന്നെയാണ്. എന്തായാലും അനാമികയ്ക്ക് എന്തൊക്കെയോ കള്ളലക്ഷണം ഉണ്ടെന്ന് മനസ്സിലാക്കി അനി പതുക്കെ ഡോറ് തുറന്ന് നോക്കാണ്. ആ സമയത്ത് അനാമിക എന്താ ചെയ്യുന്നത്? അലമാറ തുറന്നിട്ട് അനിയുടെ ഷെൽഫിൽ നിന്ന് പൈസ അടിച്ചു മാറ്റാണ്. അതും ചില്ലറ പൈസ ഒന്നുമല്ല, അത്യാവശ്യം നല്ല എമൗണ്ട് തന്നെ അടിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് അനി. ഓ, അപ്പൊ ഇവള് തന്നെയാണ് എൻ്റെ പേഴ്സിൽ നിന്ന് പൈസ അടിച്ചു മാറ്റുന്ന ആള്. ഇവളെന്തിനാ എൻ്റെ പേഴ്സിൽ നിന്ന് പൈസ അടിച്ചു മാറ്റുന്നത്? ഇവൾ അച്ഛനോട് ചോദിച്ചാൽ കുന്നുകണക്കിന് പൈസ കൊണ്ട് തരില്ലേ? അതിനെങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഓരോ കള്ള നാടകവും കളിച്ച് അനന്തപുരിയിൽ കയറി പറ്റുക എന്നുള്ളതാ ഇവളുടെയൊക്കെ ലക്ഷ്യം. ഇത്രയും തരം താന്ന് കളിച്ച് ഇവളാ നാഴികയ്ക്ക് 40 വട്ടം എൻ്റെ ഏട്ടത്തിമാരെ കുറ്റം പറയുന്നത്. ഇവളോ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. എന്തായാലും അനാമിക പൈസ എടുത്തു വെച്ച് പുറത്തോട്ട് ഇറങ്ങാൻ നിൽക്കാൻ കേട്ടോ. ആ സമയത്ത് അനി ഒന്ന് പതുക്കെ അവിടെ നിന്ന് മാറിക്കൊടുക്കുന്നുണ്ട്, കാണ്ടാന്ന് കരുതിയിട്ട്. അനാമിക പെട്ടെന്ന് തന്നെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. എന്നിട്ട് പോവാൻ നിൽക്കുമ്പോൾ അനി പറയുന്നുണ്ട്, നിക്കടി. ഈ സമയത്ത് അനാമിക ആകെ പേടിച്ച് പതറി എന്ന് പിന്നിലോട്ട് നോക്കുമ്പോൾ അവിടെ അനി നിൽക്കുകയാണ് കേട്ടോ. ആ അനിയോ? അനിയത ഇവിടെ? ഞാൻ ഇവിടെ തന്നെയാ ജനിച്ചത്. എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഞാൻ ഇവിടെ തന്നെ ആയിരുന്നു. എന്നാൽ ചിലരെ ഇവിടേക്ക് വന്നിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. അതിനിപ്പോൾ അനി ഞാനെന്താ ഇവിടെ നിൽക്കുന്നതെന്നല്ലേ ചോദിച്ചത്? എന്താ നിന്റെ മുഖത്തൊരു കള്ളലക്ഷണം? ഏ ആരുടെ മുഖത്ത്? ഞാനിപ്പം നിന്നോടാ കാര്യം ചോദിക്കുന്നത്. നിന്റെ മുഖത്ത് എന്താ ഒരു കള്ളലക്ഷണം എന്ന്? അത് പിന്നെ നീ നന്നായിട്ട് വേർക്കുന്നുണ്ടല്ലോ. അതെ, അത് ഞാൻ പറയാം. എന്ത് പറയാന്ന്? എന്തിനാ നീ എൻ്റെ പേഴ്സിൽ നിന്ന് പൈസ എടുത്തത്? ഞാൻ പൈസ എടുത്തെന്നോ? ഇല്ലല്ല. ദേ, ചുമ്മാ കള്ളം പറയരുത്. നീ പൈസ എടുക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഇനി നിനക്ക് കള്ളം പറയാൻ പറ്റുമോ? ഓ അതോ. അതെ, ഇവിടെ ഒരു സ്ത്രീ വരാറുണ്ട്. ഒരു പാവപ്പെട്ട സ്ത്രീയാ. അതിന് വല്ലതും കൊടുക്കാന്ന് കരുതി എടുത്തു വെച്ചതാ. ഓ നീ വലിയ സൽക്കർമ്മി ആയല്ലോ. അത് എന്നു മുതൽ?
ഞാൻ ആദ്യം മുതൽ അങ്ങനെയൊക്കെ തന്നെയാ, പാവപ്പെട്ടവരെ സഹായിക്കാറുണ്ട്. പാവപ്പെട്ടവരെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് നിന്റെ അച്ഛനോട് ചോദിച്ചൂടെ? ആ അതൊക്കെ വിട്, ഇപ്പം ഞാൻ നിന്നെ വിവാഹം കഴിച്ചിരിക്കുകയാണല്ലോ, നിനക്ക് എന്നോട് ചോദിച്ചിട്ട് പൈസ എടുക്കാലോ. അത് പിന്നെ ഞാനിവിടെ അനിയൊക്കെ നോക്കിയതാ, പക്ഷെ എവിടെയും കണ്ടില്ല, അതുകൊണ്ട് എടുത്ത് കൊടുക്കാന്ന് കരുതി. നീ എൻ്റെ ഭർത്താവല്ലേ എന്ന് കരുതി ഒരാളുടെ പേഴ്സിൽ നിന്ന് പൈസ അടിച്ചു മാറ്റുന്ന സ്വഭാവം അത്ര നല്ലതൊന്നും അല്ല. ഇതിനു മുമ്പും എൻ്റെ പേഴ്സിൽ നിന്ന് ഇതുപോലെ കുറേ പൈസ പോയിട്ടുണ്ട്. ആ സമയത്താണ് ജാനകി അങ്ങോട്ട് വരുന്നത് കേട്ടോ. അപ്പൊ ജാനകി ചോദിക്കുന്നുണ്ട്, എന്താ രണ്ടുപേര് വീണ്ടും വഴക്ക് തുടങ്ങിയോ? ആ പനാമിക ആക്ടിങ് കാണിക്കുന്നുണ്ട് കേട്ടോ. അമ്മേ ഇത് നോക്കിയ അമ്മേ. എന്താ, എന്തിനാ മോള് കരയുന്നത്? അമ്മേ, ഇവിടെ വരാറുള്ള ഒരു പാവപ്പെട്ട ചേച്ചിയുണ്ട്. ആ ചേച്ചി സ്ഥിരവും വരുമ്പോൾ ഞാൻ അധികം ഒന്നും കൊടുക്കാറില്ല. ഇന്നെന്തായാലും കുറച്ച് കാശ് കൊടുക്കാന്ന് കരുതി അനിയുടെ പേഴ്സിൽ നിന്ന് എടുത്തു വെച്ചതാ. അതിന് ഇവൻ എന്നെ കള്ളിയാക്കി. എന്ത് മോളെ ഇവൻ കള്ളിയാക്കിയെന്നോ? എടാ നീ എന്താണ് ചെയ്യുന്നത്? അമ്മേ, ഇവൾ എന്നോട് ചോദിക്കാതെ എൻ്റെ പേഴ്സിൽ നിന്ന് പൈസ എടുത്തു. അത് ഞാൻ കണ്ടു ചോദ്യം ചെയ്തു. അതിനിപ്പോൾ എന്താ ഇത്ര വലിയ തെറ്റ്? എന്നോട് ചോദിച്ചിട്ട് അവൾക്ക് കാശ് എടുക്കാലോ. അതിനമ്മേ, ഞാൻ അനിയെ ഒരുപാട് നോക്കി, അവിടെ എവിടെയും കണ്ടില്ല. അപ്പം പിന്നെ ഞാൻ എടുത്ത് കൊടുക്കാന്ന് കരുതി. അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ പോയി കാണും. മോൾ ഇവനോടൊന്നും സംസാരിക്കണ്ട, മോക്ക് എത്രയോ വേണ്ടെന്ന് വെച്ചാൽ അമ്മ തരും, അമ്മയോട് ചോദിച്ചാൽ മതി കേട്ടോ. ശരി അമ്മേ. എന്തായാലും ഇതും പറഞ്ഞ് ജലജ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പം അനി പറയുന്നുണ്ട്, അതെ ഇത് ഞാനങ്ങനെ വിട്ടുവെന്നൊന്നും നീ കരുതണ്ട, എനിക്ക് നിന്റെ കാര്യത്തിൽ നല്ല സംശയമുണ്ട്. ഇതിനു മുമ്പും എൻ്റെ പേഴ്സിൽ നിന്ന് ഇതുപോലെ ഒരുപാട് കാശ് പോയിട്ടുണ്ട്. എന്തായാലും രണ്ടിലൊന്ന് അറിയണം, നീ അല്ലെങ്കിൽ പിന്നെ ആരാ എൻ്റെ പേഴ്സിൽ നിന്ന് ഇതൊക്കെ എടുക്കുന്നത്? അനാമികെ, നിന്നിലുള്ള വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടു. നീ പലതും പറഞ്ഞിട്ടേ ഇവിടെ കടന്നുകൂടിയത്. എന്നാ എനിക്കിപ്പോൾ ഉറപ്പായി നിന്റെ ഫാമിലി നീ പറഞ്ഞ പോലെയൊന്നും അല്ലെന്ന്. ഓക്കെ, ഇനി എന്തായാലും നല്ല കിടിലൻ ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകളാണ്ടോ. അപ്പോൾ ആ എപ്പിസോഡുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, പിടിക്കുന്ന ലൈക്ക് ചെയ്തേക്കുക. അതോടൊപ്പം നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.